ഹിബോൺ ചാക്കോ എഴുതിയ അഫെയർ എന്ന കഥ. അഫെയർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്. അഫെയർ എറോട്ടിക് ത്രില്ലർ പാർട്ട് 7. രാത്രി അല്പം അധികമായതിൻ്റെ ലക്ഷണം നേർത്ത വെളിച്ചത്തിൻ്റെ രൂപത്തിൽ ബേസ്മെൻറ്റിൽ പലയിടത്തായി വെളിവായിരുന്നു. അധികം വാഹനങ്ങളൊന്നും അങ്ങനെ അവിടെ പാർക്ക് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നില്ല ആ സമയം. പഴകിയ ഒരു സ്ഥലമെന്ന നിലയിൽ അവിടേക്ക് ആളുകളുടെ ശ്രദ്ധ കിട്ടാതെ കിടക്കുന്നതിൻ്റെ ലക്ഷണം ബേസ്മെൻറ്റിലാകെ കാണാമായിരുന്നു. ഹണിയുടെ അത്ര വലിപ്പമില്ലാത്ത കാറിലിരുന്ന് ഇയർഫോൺ ഉപയോഗിച്ച് തൻ്റെ മൊബൈലിൽ എന്തോ കാണുകയായിരുന്നു ഹസ്ബൻഡ് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കൊണ്ട്. ഹണി തൻ്റെ കാർ ലക്ഷ്യമാക്കി ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങി വരികയാണ് ലിഫ്റ്റിൽ നിന്നും. ഉടനെ യുവാവ് ഇരുട്ടിൻ്റെ മറവിൽ നിന്നെന്ന വിധമെത്തി അടുത്തായുള്ള തൂണിന് പിന്നിലേക്ക് അവളെ പിടിച്ചുകൊണ്ടുപോയി. ഹസ്ബൻഡ് തലതിരിച്ച് എന്തോ തോന്നി വെറുതെ ഒന്ന് ലിഫ്റ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ പക്ഷേ കാറിൻ്റെ പിന്നിലെ ഇടത്തെ പാസഞ്ചർ സീറ്റിൻ്റെ ഗ്ലാസിനൽപ്പം അകലെയായി ആ തൂണ് മാത്രം നിലകൊണ്ടു. തൂണിനെ വിശ്വസിച്ചെന്ന വിധം ഹസ്ബൻഡ് തൻ്റെ പ്രവർത്തനം നേരെയിരുന്ന് പഴയപടി തുടർന്നു. അല്പസമയം അങ്ങനെ കഴിഞ്ഞതോടെ ചെറിയൊരു മൽപ്പിടുത്തം ശബ്ദരഹിതമായത് കഴിഞ്ഞ വിധം തൂണിന് പിന്നിൽ നിന്നും ഹണി തലയൽപ്പം കുനിച്ച് ധൃതി വിടാതെ പ്രത്യക്ഷയായി. അവൾ തൻ്റെ കാറിലേക്കൊന്ന് കൃഷ്ണമണികൾ ഉയർത്തി നോക്കിയ ശേഷം അതേപടി കാർ ലക്ഷ്യമാക്കി നടന്നു. തൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്ന ഹസ്ബൻഡിനെ പാസഞ്ചർ സൈഡിലെ താഴ്ന്നു കിടന്ന ഡോറിൻ്റെ വിൻഡോയിലൂടെ അല്പം കുനിഞ്ഞു നോക്കി മുഖത്തെ ഭാവമെല്ലാം മറച്ചു പിടിക്കും വിധം ഹണി. അത് ശ്രദ്ധിച്ച് തൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് മൊബൈലും ഇയർഫോണും മറ്റൊരിടത്തായി ഹസ്ബൻഡ് വെച്ചു. ശേഷം പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഡോർ തുറക്കുവാനുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ, നീ എന്താ പേടിച്ചു പോയോ? മറുപടി ഭാവമായോ ശബ്ദമായോ പ്രകടമാക്കാതെ ലോക്കഴിഞ്ഞ് ഡോർ തുറന്ന് അകത്ത് കയറിയിരുന്ന ശേഷം ചെറുതായൊരു കൃത്രിമ മന്ദഹാസം പൊഴിച്ചു അവൾ തൻ്റെ ഹസ്ബൻഡിനോടായി. ഇന്ന് ലേറ്റ് ആയില്ലേ, നമുക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊണ്ടുപോകാം. മറുപടി പ്രതീക്ഷിക്കാത്ത വിധം വിൻഡോ ഗ്ലാസുകൾ ഉയർത്താനുള്ള സ്വിച്ച് അമർത്തി കാർ സ്റ്റാർട്ട് ചെയ്ത് പിന്നോട്ടെടുക്കുന്നതിനിടയിൽ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു. തൻ്റെ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമം തുടങ്ങിയ നിമിഷമാണ് ഹണിയുടെ മൊബൈൽ റിങ് ചെയ്തത്. ഹാൻഡ് ബാഗിൽ നിന്ന് മൊബൈൽ എടുത്ത് കോൾ നോക്കി അവൾ. ഹസ്ബൻഡായിരുന്നു. കോൾ എടുത്ത് ഹലോ അവൾ ശബ്ദിച്ചതും അവൾക്കടുത്തായി കാറിന് പുറത്ത് യുവാവ് ആഷ് കളർ കോട്ടിലും സ്യൂട്ടിലും ഉൾപ്പെടെ സാധാരണ കാണുന്നപടി എത്തി. അയാളുടെ മുഖത്തെ ഗൗരവം അവൾ ശ്രദ്ധിച്ചു. കോളിൽ ഹസ്ബൻഡ് ഹലോ തിരികെ പലതവണ ഇതിനിടയിൽ നൽകിയിരുന്നു. ആ നിമിഷങ്ങളിലൊന്നിൽ അവൾ കോളിലേക്ക് ശ്രദ്ധ കൊടുത്ത് ഒരിക്കൽ കൂടി ഹലോ പ്രകടിപ്പിച്ച ശേഷം പുറത്ത് ചലനം കൂടാതെ എന്തിനോ തയ്യാറായി നിൽക്കുന്ന യുവാവിനെ നോക്കിപ്പോയി. അടുത്ത നിമിഷം അവൾ കോളിൽ എന്തോ പറയുവാൻ തുനിഞ്ഞതിന് മുൻപെന്ന വിധം ഡോർ തുറക്കുവാൻ ശ്രമിച്ചു യുവാവ് ബലത്തിൽ. ഗ്ലാസിൽ വിരലുകൾ കൊണ്ട് വലിയ ശബ്ദത്തിൽ ഞൊട്ടിയ ശേഷം അവൾക്ക് തൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പേ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്താനുള്ള സ്വിച്ച് അമർത്തേണ്ടി വന്നുവെന്ന് പറയാം. കോളിൽ ശ്രദ്ധ കൊടുക്കുവാനാകാത്ത വിധം ഭയത്തിൻ പുറത്ത് തുറന്നു വരുന്ന ഗ്ലാസിനെയും പുറത്ത് തയ്യാറായി നിൽക്കുന്ന യുവാവിനെയും അവൾ മാറി മാറി നോക്കി. ഗ്ലാസ് തുറന്നു വന്നപടി വിൻഡോയിലൂടെ കുനിഞ്ഞ് അയാൾ തൻ്റെ വലത് കൈയും മുഖവും ചേർത്ത് അവളെ പുണർന്ന് ചുംബിക്കുവാൻ ശ്രമിക്കുന്നതിന് തൊട്ടു മുൻപ് ഹണി തൻ്റെ മൊബൈലിലെ കോൾ കട്ടാക്കി. ആർത്തിയോടെയുള്ളൊരു ചുംബനം അവൾക്ക് അങ്ങനെ നൽകിയ ശേഷം ഡോർ ധൃതിയിൽ തുറന്ന് അവളുടെ ഇടത്തെ കൈകളിൽ ഇരുന്ന മൊബൈൽ പിടിച്ചു വാങ്ങി ലാസ്റ്റ് വിളിച്ച നമ്പറിലേക്ക് യുവാവ് തിരികെ ഡയൽ ചെയ്തു. തടയാൻ ശ്രമിച്ച അവളുടെ ഇരു കൈകളും തൻ്റെ ഇടതു കൈകൊണ്ട് അയാൾ ബലിഷ്ഠമായെന്ന വിധം പിടിച്ച് ഒതുക്കി. അവൾ ഭയന്ന കണ്ണുകളോടെയുള്ള ഭാവത്തോടെ ചുറ്റുപാട് നോക്കിപ്പോയി. കോൾ അങ്ങേ തലയ്ക്കൽ ഉടൻ എടുത്തു. ഹലോ ഇവിടേക്ക് കേട്ടു. അവൾ എന്തോ പറയുവാൻ ശ്രമിച്ചുപോയി. ശബ്ദം പുറത്തു വരുത്താതെ അത് സ്വയം അവസാനിപ്പിച്ചു. ഹലോ വീണ്ടും വന്നുകൊണ്ടിരുന്ന നിമിഷത്തിലൊന്നിൽ അയാൾ അവളുടെ വലത്തെ കഴുത്തിൽ തുടങ്ങി കവിളിലൂടെ നെറ്റി വരെ തൻ്റെ നാവ് ഉപയോഗിച്ച് നക്കി. പ്രവൃത്തി നടത്തിയ യുവാവിൻ്റെയും ഏറ്റുവാങ്ങിയ ഹണിയുടെയും മനഃപൂർവ്വമല്ലാത്ത ശബ്ദങ്ങൾ കോളിലൂടെ കേട്ടെന്ന വിധം ഹലോയുടെ ഭാവം മാറിത്തുടങ്ങി. പിൻവലിഞ്ഞ് അവളെ ഒന്ന് ഗൗരവമായി നോക്കിയ ശേഷം അതേ ഭാവം മൊബൈൽ സ്ക്രീനിലെ കോളിനോടും പ്രകടമാക്കിയ ശേഷം അയാൾ കോൾ കട്ട് ചെയ്തു ബലമായി. ശേഷം അത് തിരികെ അവളുടെ നെഞ്ചിലേക്ക് വെച്ച ശേഷം തൻ്റെ ഇടതുകൈയിൽ കുരുക്കിയ അവളുടെ ഇരു കൈകളും മടക്കി മൊബൈൽ നെഞ്ചോട് ചേർപ്പിച്ചു. അവൾ ഭയവും ഗൗരവവും നിസ്സഹായതയും ഒരുപോലെ പ്രകടമാക്കിയിരിക്കുന്ന ആ നിമിഷം മൊബൈൽ അവളുടെ കൈകൾ അല്പം താങ്ങിയെന്നായപ്പോൾ പിന്നോട്ട് മാറി ഡോർ വലിച്ചടച്ച ശേഷം അവളെ ഉപേക്ഷിച്ച് അയാൾ കാറിന് പിന്നിലേക്ക് നടന്നു. പിന്നെ മറഞ്ഞു. ഇത്രയുമൊക്കെ ആയിട്ടും നീ ഒരു കൂസലും കുഴപ്പവുമില്ലാതെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ചെറിയൊരു അമ്പരപ്പ് കലർന്ന മുഖഭാവത്തോടെ ഇത്രയും കേട്ട ശേഷം യുവതി പറഞ്ഞു.
എടി കൂസലില്ലെന്ന് വെച്ചാൽ ഐ ഡിഡ് ദാറ്റ്. കുഴപ്പത്തിൻ്റെ കാര്യമാണ് ഇവിടെ ഇപ്പോൾ എൻ്റെ പ്രശ്നം. മുഖത്ത് ആത്മാർത്ഥത വരുത്തേണ്ടി വന്ന് ഹണി ഇങ്ങനെ മറുപടി നൽകിയിരുന്നു. തുടർന്ന്, നീ എന്താ പെട്ടെന്ന് ഇവനുമായിട്ട് റിലേഷൻഷിപ്പിലായത്? പെട്ടെന്ന്. മനസ്സിലാകാത്ത വിധം ഭാവം പ്രകടമാക്കി യുവതി ഇങ്ങനെ പറഞ്ഞു, തലയും ഇരു കൈകളും ഒപ്പം ചലിപ്പിച്ചുകൊണ്ട്. നിനക്കറിയാമല്ലോ, ഞാൻ അത്രയും ഓപ്പൺ അല്ല. എന്നെ ഒരാൾ സ്വകാര്യമായൊരു സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ. ഇങ്ങനെ പറഞ്ഞ് ഹണി പൂർത്തിയാക്കുവാൻ മടിച്ചു നിന്നപ്പോൾ ഇടയിൽ കയറിയെന്ന വിധം യുവതി പറഞ്ഞു, ഇവൻ നോക്കിയപ്പോൾ നിനക്ക് കംഫർട്ടബിളായി തോന്നി. ചില്ലറ നോട്ടമല്ലായിരുന്നു നടന്നതെന്ന് മനസ്സിലായി എനിക്ക്. ആദ്യ വാചകം തൻ്റെ സുഹൃത്തിനെ സഹായിക്കും വിധവും രണ്ടാമത്തേത് സുഹൃത്തിനെ ഒന്ന് സംശയം കലർന്ന പ്രണയഭാവത്തോടെ നോക്കിക്കൊണ്ടുമായിരുന്നു യുവതി അവസാനിപ്പിച്ചത്. വളരെ നേർത്തൊരു ചമ്മൽ പ്രകടമാക്കിയപടി ഹണി ഇരുന്നപ്പോഴേക്കും തുടരൂ എന്ന ഭാവത്തിൽ ചിരി കളർത്തി യുവതി ഇരിപ്പ് തുടർന്നു. ഹണി അത് മാനിച്ച് സാവധാനം തുടർന്നു. എങ്ങനെയാ ഞാൻ പറയുന്നത്? എന്നോടൊരു താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായതോടെ ഐ മേഡ് സം ഡ്രീംസ്. ഇത് കേട്ട ശേഷം 1-2 നിമിഷം യുവതി ഹണിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ശേഷം പെട്ടെന്നെന്ന വിധം പറഞ്ഞു, നീ ഇതിങ്ങനെ വളച്ചു ചുറ്റി സമയം കളയണ്ട. ലിഫ്റ്റിൽ വെച്ച് കണ്ടു, നിനക്ക് ഇഷ്ടപ്പെട്ടു, സെക്സ് ചെയ്തു. ഇത് കേട്ട് ഒന്ന് നിശ്വസിക്കാൻ തോന്നിയത് വേണ്ടെന്ന് വെച്ച് ഹണി തൻ്റെ സുഹൃത്തിൽ നിന്നും കണ്ണുകളെടുക്കാതെ ഇരുന്നു. അവിടെ ലിഫ്റ്റിലും ബേസ്മെൻറ്റിലെങ്ങും ആളുകൾ ആരും ഉണ്ടാകാറില്ലേ? ആരും കണ്ടില്ല? ഇല്ല എന്ന അർത്ഥത്തിൽ ചെറിയൊരു ശബ്ദം ചുണ്ടുകളിൽ നിന്നും പുറപ്പെടുവിച്ചതിനൊപ്പം ഹണി തലയാട്ടി. തൻ്റെ സുഹൃത്തിൻ്റെ ഈ വാചകങ്ങൾക്ക് മറുപടിയായി. എടി, ഞാൻ ഓരോ ദിവസവും കഴിയുമ്പോഴും എന്തൊക്കെ ചിന്തിച്ചോ അതെല്ലാം പിന്നീട് സംഭവിക്കും. അങ്ങനെയൊക്കെയുണ്ട്. ഒരു അലസഭാവത്തിൽ ഹണി ഇങ്ങനെ തുടർന്നു പറഞ്ഞു വെച്ചു. കാര്യങ്ങൾ നിന്റെ കെട്ടിയോൻ്റെ പിറകിൽ വരെ എത്തുമെന്ന് ചിന്തിച്ചായിരുന്നോ എൻ്റെ മോള്? ചെറിയൊരു ചിരിയോടെ പെട്ടെന്ന് യുവതി ഹണിയോടിങ്ങനെ പറഞ്ഞു. ഒരു നിമിഷമൊന്ന് ആലോചിച്ച ശേഷം ഹണി പറഞ്ഞു, ഇല്ല എന്ന ഭാവം തുടരവേ. അതാടി ഇപ്പോൾ ഒരു പ്രശ്നം. ഒരു ആലോചനയോടെ യുവതി തുടർന്നു ചോദിച്ചു. ആദ്യം നീ പ്രതികരിച്ചില്ല എന്നൊക്കെയുള്ളത് എനിക്ക് മനസ്സിലാകും. പക്ഷേ നിങ്ങൾ പിന്നീട് ധാരണയൊന്നും ഉണ്ടാക്കിയില്ലേ? ഒന്ന് വേഗം നിരാശയോടെ എന്ന വിധം നിശ്വസിച്ച ശേഷം ഹണി പറഞ്ഞു, എടി, എല്ലാം എനിക്ക് ഫേവറായിരുന്നു. മോൻ്റെ സ്കൂളിലെ ഫംഗ്ഷൻ്റെ ദിവസമാണ് ആദ്യം നടക്കുന്നത് ഫ്ലാറ്റിൽ. ഒന്ന് നിർത്തി ഒന്നനങ്ങിയിരുന്ന് അവൾ തുടർന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ അവൻ സമ്മതിച്ചതാന്ന്. അവന് കാര്യം നടന്നാൽ മതി, പിന്നെ വേണ്ടെന്ന്. യുവതി ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നതിനിടയിൽ ഒരു നിമിഷത്തേക്ക് ഹണിയൊന്ന് നിർത്തി. പിന്നെ തുടർന്ന് പറഞ്ഞു വെച്ചു, പിന്നെ അവൻ വരുന്നത് എൻ്റെ കെട്ടിയോൻ വന്നതിൽ പിന്നെയാണ്. എനിക്ക് ചില സംശയങ്ങളൊക്കെയുണ്ട് ഈ കാര്യത്തിൽ. യുവതി ഇരു കൈകളും മടക്കി ടേബിളിലൂന്നി അവയുടെ മുഷ്ടികൾ ചുരുട്ടി തൻ്റെ താടയ്ക്ക് കൊടുത്ത് അല്പനിമിഷം തൻ്റെ സുഹൃത്തിൽ നിന്നും മിഴികളെടുത്തു മാറ്റി ആലോചനയിലാണ്ടു. അപ്പോഴേക്കും ഹണിയും തൻ്റെ താടയ്ക്ക് തൻ്റെ കൂട്ടുകാരിയെപ്പോലെ കൈകൾ കൊടുത്തിരുന്നു. യുവതി അല്പം അങ്ങനെ കഴിഞ്ഞ് പറഞ്ഞു, അഫെയർ written by ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്.